നല്ല ആവി പറക്കുന്ന ചൂട് പുട്ടും കൂടെ നല്ല മസാലയും കുരുമുളക് പൊടിയും ഒക്കെ ഇട്ട് നല്ല പോർക്ക് ഉലർത്തിയതും. അപ്പൊ ഞാൻ എങ്ങനെയാ പോർക്ക് ഉലർത്ത് ഉണ്ടാക്കുന്നതെന്ന് പറയാട്ടോ. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പോർക്ക് നല്ല വിനാഗിരി ഉപ്പൊക്കെ ഇട്ട് നന്നായി കഴുകണം. ഞാനൊരു മിനിമം 5 വട്ടെങ്കിലും കഴുകാറുണ്ട്. അങ്ങനെ നന്നായി കഴുകിയ പോർക്കിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ലേശം ഉപ്പും അതേപോലെ തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് കുക്കറിൽ വേവിക്കാൻ വെക്കാട്ടോ. ഇനി ഇതിലേക്ക് വേണ്ട ഒരു മസാല ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണയിലേക്ക് സ്പൈസസും അതേപോലെ തന്നെ തേങ്ങാക്കൊത്തും ഇടണം. അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും ഒരു 2 സവോളയും അതേപോലെ തന്നെ 2 പച്ചമുളകും കീറിയിട്ടതിന് ശേഷം കുറച്ച് ഉപ്പും കൂടിയിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു പോർക്ക് ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കുക. പോർക്ക് ചേർത്ത് അതൊന്ന് നന്നായി തിളയ്ക്കുമ്പോഴേക്കും നമുക്ക് ഇതിന്റെ ടേസ്റ്റ് എൻഹാൻസ് ചെയ്യുന്ന ഒരു 2 ഇൻഗ്രീഡിയൻസ് കൂടി ഇട്ട് കൊടുക്കാം. അത് വേറൊന്നുമല്ല, ഗരം മസാലയും അതുപോലെ തന്നെ കുരുമുളക് പൊടിയുമാണ്. കറി നമുക്ക് വേണ്ട കൺസിസ്റ്റൻസിയിൽ എത്തിക്കഴിഞ്ഞാൽ കുറച്ച് ശർക്കരപ്പൊടിയും കൂടെ ചേർത്താൽ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാട്ടോ. ഇനി വേറെ ഒന്നും നോക്കണ്ട, നല്ല ചൂട് പുട്ടും കൂട്ടി തട്ട്. അപ്പോ until I see you again, bye and take care.